ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ടൊരു മോഡൽ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. കട്ടിങ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അത്രയും സിമ്പിളാണ് അതിൻ്റെ കട്ടിങ്, പ്രത്യേകിച്ച് ഒരു ഇതും വരുന്നില്ല കേട്ടോ. സ്റ്റിച്ചിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് സ്ലീവ്സ് അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ്സിനായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവ് എൻഡിലും നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ 8 ഇഞ്ചിലുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിരിക്കണേ. നെക്കിൻ്റെ ഇറക്കം നമ്മൾ 4 ഇഞ്ചാണ് എടുത്തത്, അതിൻ്റെ ഇരട്ടി 8 ഇഞ്ച്. അപ്പോൾ ഈ 8 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 11.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കാനുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കണേ. 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് നിവർത്തിയിട്ടിട്ട് കാണിക്കാം. അപ്പോൾ നിവർത്തിയിടുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരിക. ഇനി ഇലാസ്റ്റിക് ഇടാൻ നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു തുമ്പുവശം ചെറുതായിട്ടൊന്ന് മടക്കി അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അറ്റം വരെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം 1/2 ഇഞ്ച് ഇലാസ്റ്റിക് കടക്കാൻ പാകത്തിന് ഇതിനൊന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ മടക്കും. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇലാസ്റ്റിക് കയറ്റി വിടാനായിട്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പ് വേണം കേട്ടോ. ഇലാസ്റ്റിക് കയറിപ്പോണം, കൂടുതൽ ഗ്യാപ്പ് വേണ്ട, ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് മാത്രം മതി കേട്ടോ. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ സ്ലീവ് എൻഡിലും ചെയ്യേണ്ടത്. ഇവിടെ തേരുവശമായതുകൊണ്ട് ആദ്യമേ ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, തേരുവശമാണ്, വിട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇലാസ്റ്റിക് ഇടാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് മടക്കും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തുണിയുടെ ചീത്തവശമാണ് കേട്ടോ. ആദ്യമേ തന്നെ ഷോൾഡറിൻ്റെ ഭാഗമാണ് തയ്ച്ചു കൊടുക്കുന്നത്. ആദ്യം ഈ ഒരു അരികു വശം ചെറുതായിട്ട് ഇതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മടക്കും കൂടി മടക്കാം. ഇതുപോലെ മടക്കുന്നുണ്ട്. ഞാൻ 1/2 ഇഞ്ചും 1 പോയിൻറ്റും ആണ് കേട്ടോ ഇതിനെ മടക്കുന്നത്. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മളിത് ഇലാസ്റ്റിക് ഇടാനായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കയറി പോകാണ്ടിരിക്കാനായിട്ട് ഈ ഒരു അറ്റത്തും അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തേരെ കേട്ടോ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് കയറിപ്പോവും. അപ്പോൾ 2 സൈഡിലും ഞാൻ ലോക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഷോൾഡറിൻ്റെ അവിടുത്തെ ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇത് തയ്ച്ചു കൊടുക്കണം. തേരുവശം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് 1/2 ഇഞ്ചും 1 പോയിൻറ്റിലും ഇതുപോലെ മടക്കുന്നുള്ളൂ കേട്ടോ.
1/2 ഇഞ്ച് ഒരു പോയിന്റിൽ മടക്കിയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ സ്ലീവ്സിൻ്റെ എൻഡിലും ഇതുപോലെ ഇലാസ്റ്റിക് ഇടാനായിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ്സിൻ്റെ എൻഡിലും നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിൽ ഓപ്പോസിറ്റ് സൈഡിലെ സ്ലീവും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവും ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഓപ്പണിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിൽ 2 സ്ലീവും ചെയ്തെടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് ബോഡി പോർഷനിലേക്ക് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ബോഡി പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു 4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച്, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും 4 ഇഞ്ച്. അപ്പം നെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഈ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ചെറുതാക്കിയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എഗെയിൻ അതിനൊന്നും കൂടി ഒന്ന് മടക്കുക. അപ്പം 2ആയിട്ട് നമ്മൾ ഇതിനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. അറ്റം വരെ ഈ ഒരു നെക്ക് കഴിയണോടം വരെ ഇതുപോലെ ഡബിളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്നതേ ഈ 2 പോയിന്റ് വരെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നെക്കിൻ്റെ പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങോട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഡബിളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചു കൊടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നെക്കിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് റോങ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഈ ഒരു ചെരിച്ച് കട്ടിങ് കാണുന്നില്ലേ, അവിടെയാണ് 2 സൈഡിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ സ്ലീവ് വരും. അതുപോലെ തന്നെ ഈ 2 ചെരിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് അവിടെയും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു സെൻറ്ററിൽ കാണുന്നത് നമ്മുടെ നെക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്ലീവിലും ഇതുപോലെ ചെരിച്ചൊരു കട്ടിങ് ഉണ്ട്. ആ 2 ചെരുവുകളും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിവർത്തിയിടുക. ഈ 2 ചെരുവുകളും തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ ചെരുവുണ്ടാവും. അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ആ ചെരിവ് വരുന്ന ഭാഗമുണ്ടല്ലോ, 2ൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബോഡി പോർഷൻ നല്ല വശമാണ്. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ 2 ചെരുവുകളും ഇതുപോലെ ഒരുമിച്ച് വെച്ചു. ഇനി അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് 2 സൈഡിലും ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡിലും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡും ഷേപ്പ് ചെയ്ത് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ.